ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു 5.5 സെൻറ്റിൽ വരുന്ന വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2550 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം ഏകദേശം 10 കിലോമീറ്റർ ആണ്. കൂടാതെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്ററുമാണ് വരുന്നത്. ഒത്തിരി വില്ലകളും താമസക്കാരും അടങ്ങുന്ന നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. 4 മീറ്ററോളം വീതിയുള്ള വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. ക്ലാഡിംഗ് ടൈൽസൊക്കെ കൊടുത്ത് അതിമനോഹരമാക്കി തന്നെയാണ് വീടിൻ്റെ ചുറ്റുമതിലുകളും ചെയ്തിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന് ഗേറ്റ് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റ് 1-2 വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു മിനി വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്യാനുള്ള ഒരു വർക്കാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാകലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് കൊടുക്കാൻ പോകുന്നത്. വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. മുഴുവനായി ഗ്രാനൈറ്റിൽ തീർത്ത 4-5 പേർക്കൊക്കെ ഇരിക്കാവുന്നത്ര വലിപ്പത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 2 പാളികളായി കൊടുത്തിരിക്കുന്ന വലിയൊരു മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു ഡബിൾ ഹൈറ്റഡ് ഏരിയ ആയിട്ടാണ് ബിൽഡർ ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് വെന്റിലേഷനൊക്കെ നൽകി അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത ഗംഭീരമായൊരു TV യൂണിറ്റ് തന്നെ ഇവിടെ നമുക്ക് കാണാനാവുന്നുണ്ട്. ഡബിൾ ഹൈറ്റഡ് ഏരിയയുടെ വാളിലായി TV യൂണിറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. വളരെ വിശാലമായ വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. സ്റ്റെയർവേക്ക് താഴെയായി പെബിൾസും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കാനുള്ള ചെറിയൊരു സ്പേസും ഇവിടെ നമുക്ക് കാണാം. വളരെ മനോഹരമാക്കി തന്നെ ചെറിയൊരു പ്ലെയിൻ സീലിംഗ് വർക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ ഇവിടെ നമുക്ക് സുഖമായി ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി മനോഹരമാക്കി തന്നെ ഇവിടെ വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടറും ഒരു ഡബിൾ ഹൈറ്റഡ് ഏരിയ കൊടുത്തു തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മോഡേൺ സ്റ്റൈലിലുള്ള ടൈൽസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലായി ഒരു സ്കൈലൈറ്റ് നമുക്ക് കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പാർട്ടീഷൻ വർക്കൊക്കെ കൊടുത്ത് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും എല്ലാം നൽകി കിച്ചണിലേക്കുള്ള എൻട്രൻസ് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഒട്ടും തന്നെ കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ ആവശ്യത്തിന് കബോർഡ് വർക്കുകളൊക്കെ നൽകി മനോഹരമാക്കി തന്നെയാണ് കിച്ചണും ചെയ്തിരിക്കുന്നത്. ബിൽഡർ ഇവിടെ ഒരു ചിമ്മിണിയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചണിലും വളരെ സ്റ്റാൻഡേർഡാക്കി തന്നെ ഒരു പ്ലെയിൻ സീലിംഗ് വർക്ക് നമുക്ക് കാണാം. നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. വലിയ വെന്റിലേഷനുകൾ തന്നെയാണ് റൂമിൽ നൽകിയിരിക്കുന്നത്. നല്ലൊരു പെയിന്റ് കളർ കോമ്പിനേഷനും ബെഡ്റൂമിൽ നമുക്ക് കാണാം. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. വിനീറൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലെയിൻ സീലിംഗ് വർക്ക് തന്നെ ഈ റൂമിലും നമുക്ക് കാണാനാവുന്നുണ്ട്. ബെഡ്റൂമിൻ്റെ മറ്റൊരു കോർണറിലായി ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള വർക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ബ്രാൻഡിൻ്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ മുഴുവനായി യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായി സ്റ്റഡി ടേബിളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഒരു പ്ലെയിൻ സീലിംഗ് വർക്ക് ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ റൂമിലും കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബിന് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. ടഫൻ ഗ്ലാസ് ഇട്ട് ടോപ്പിൽ വുഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിലുകൾ ചെയ്തിരിക്കുന്നത്.
ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വളരെ വിശാലമായൊരു ലിവിംഗ് സ്പേസ് ആണ്. ലിവിംഗ് ഏരിയ മുഴുവനായി തന്നെ വുഡൻ ഫിനിഷിലുള്ള മാറ്റ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ വലിയൊരു TV യൂണിറ്റ് തന്നെ ഇവിടെയും നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 15 അടിയോളം വലിപ്പത്തിലുള്ള വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയയോ ഒരു സ്റ്റഡി ഏരിയയോ അല്ലെങ്കിൽ ഒരു ഓഫീസ് പർപ്പസോ ഒക്കെയായി ഈ റൂം യൂസ് ചെയ്യാവുന്നതാണ്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റൊക്കെ ഒരു കോർണറിലായി നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 13 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഇവിടെ വരുന്നത്. 4 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും അതിന് നടുവിലായി ബേ വിൻഡോയൊക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഭംഗിയാക്കി തന്നെ നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാനത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് ചേർന്ന് തന്നെ ബേ വിൻഡോയൊക്കെ സെറ്റ് ചെയ്ത് വളരെ ഭംഗിയാക്കി തന്നെ ഈ റൂമും ചെയ്തിട്ടുണ്ട്. ഒരു പ്ലെയിൻ സീലിംഗ് വർക്ക് തന്നെ നമുക്ക് ഈ റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാ ബാത്റൂമും സീലിംഗ് വർക്കുകൾ ചെയ്ത് തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. മുഴുവനായി തന്നെ ടഫൻ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. അല്പം നീളമേറിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ബാൽക്കണിയുടെ ഭിത്തിയിലായി നല്ലൊരു ക്ലാഡിംഗ് സ്റ്റോൺ വർക്കും നമുക്കിവിടെ കാണാം. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 5.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2550 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.